+1 ഹിന്ദി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാപ്റ്റർ 2 ജയശങ്കർ പ്രസാദ്ജിയുടെ അതിമനോഹരമായ മധുഋതു എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. തൊട്ടു താഴെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ചാപ്റ്ററിലേക്ക് പോകാം. ഹിന്ദി സാഹിത്യത്തിലെ ഛായാവാദി കവികളിൽ ഒരു പ്രമുഖനായ കവിയാണ് ജയശങ്കർ പ്രസാദ്ജി. ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈലാണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ജന്മ 30 जनवरी 1889, വാരണാസി, ഉത്തർപ്രദേശ്. ജന്മം 30 ജനുവരി 1889, ഉത്തർപ്രദേശിലെ വാരണാസി. മൃത്യു 14 जनवरी 1937, മരണം ജനുവരി 14, 1937. നമുക്കറിയാം, ജയശങ്കർ പ്രസാദ്ജി ഒരു കവി മാത്രമല്ല, നാടകക്കാർ, കഹാനികാർ, ഉപന്യാസക്കാർ, അങ്ങനെ ഹിന്ദി സാഹിത്യത്തിന് തൻ്റേതായ ഒരുപാട് സംഭാവനകൾ നൽകി ഹിന്ദി സാഹിത്യത്തെ തന്നെ അതിൻ്റെ പരമോന്നതിയിലെത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് ജയശങ്കർ പ്രസാദ്ജി. പ്രമുഖ രചനകൾ നോക്കാം. കാവ്യ, ജർണ, ആസു, ലഹർ, പ്രേംപതി, കാമായനി. നാടകങ്ങൾ സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത്, ധ്രുവസാമിനി, ജനമേജയ കാ നായക്, രാജശ്രീ, അജാതശത്രു. കഹാനി സംഗ്രഹങ്ങൾ ഛായ, പ്രതിധ്വനി, ആകാശദീപ്, ആന്ധി, ഇന്ദ്രജാൽ. ഉപന്യാസ് കങ്കാൽ, തിതലി, ഇരാവതി. നെക്സ്റ്റ് വിശേഷതകൾ പ്രതിഭാശാലി രചനാകാർ, പ്രതിഭാശാലിയായ എഴുത്തുകാരൻ. സാഹിത്യ की विभिन्न विधाओं में सृजन, സാഹിത്യത്തിൻ്റെ വിഭിന്ന വിഭാഗങ്ങളിൽ സൃഷ്ടികൾ. ഛായാവാദി കവിയോ में അഗ്രണി, ഛായാവാദി കവികളിൽ അഗ്രഗണ്യൻ. നെക്സ്റ്റ് തത്സംപ്രധാൻ ശബ്ദാവലി കാ സമർത്ഥക്, തത്സംപ്രധാനമായ ശബ്ദാവലികളുടെ കൂടുതൽ ഉപയോഗം. ഗീതി ശൈലി കാ പ്രയോക്ത, ഭാവഗീത ശൈലിയുടെ പ്രയോക്താവ്. ദേൻ, സംഭാവനകൾ. काव्य में അതിശയ കൽപ്പന का संचार करके कविता को आम धरातल से उठा दिया, കവിതയിൽ അതിശയപൂർണമായ ഒരു കാൽപ്പനികത ഉപയോഗിച്ച് കവിതയെ സാധാരണ തലത്തിൽ നിന്നും ഉയർത്തി. ഇതിന് തൊട്ടു താഴെ കാണുന്ന ബോക്സിൽ നമ്മളുടെ കവിതയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ്. ആധുനിക ഹിന്ദി കവിത की സർവശ്രേഷ്ഠ ഉപലബ്ധി ഹേ ഛായാവാദ്. എന്താണ് ആധുനിക ഹിന്ദി കവിതയിലെ ഒരു സർവശ്രേഷ്ഠമായ നേട്ടമാണ് ഛായാവാദ്. എന്താണ് ഈ ഛായാവാദ്? ഛായാവാദ് എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് കാൽപ്പനികവാദം. ഹിന്ദി സാഹിത്യത്തിലെ ഒരു കാലഘട്ടമാണത്, കാൽപ്പനികവാദ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എഴുതിയ കവിതകളെയാണ് ഛായാവാദി കവിതകൾ എന്ന് പറയുന്നത്. ഇനി ഛായാവാദി കവിതകളുടെ പ്രത്യേകതകളെ കുറിച്ചാണ് പറയുന്നത്. അതുവരെ കവിതയിലില്ലാത്ത രീതിയിൽ ഛായാവാദി കവിതകൾ പ്രേമം, പ്രകൃതി സൗന്ദര്യം എന്നിവയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് ഛായാവാദി കവിതകളിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഛായാവാദി കവിതയുടെ മറ്റൊരു പ്രധാന വിശേഷതയാണ് എന്ത്? പ്രകൃതി കാ മാനവീകരൻ, പ്രകൃതിയെ മനുഷ്യനായി കണ്ട് വർണ്ണിച്ച് കവിതകൾ എഴുതുക. ലാക്ഷണികത, ലക്ഷണയുക്തമായ കവിതകൾ. ചിത്രമയത, ഒരു ചിത്രം വരച്ചതുപോലെയുള്ള വർണ്ണനകൾ, കവിതയിൽ ചിത്രം വരച്ചതുപോലെ നമുക്ക് ആ കവിതയെ ആസ്വദിക്കാൻ പറ്റും. കാൽപ്പനികത, കാൽപ്പനിക ഭാവങ്ങൾ ഛായാവാദി കവിതകളിൽ കൂടുതലായിരിക്കും. കോമളകാന്ത് പദാവലി, കോമളമായ പദാവലികൾ. മധുരത, മാധുര്യം, സരസത ആദി ഛായാവാദി കവിത की पहचान है തുടങ്ങിയവ ഛായാവാദി കവിതകളുടെ വിശേഷതകളാണ്. പ്രസാദ് की मधुऋतु कविता में ഛായാവാദ് की सारी വിശേഷതായും സമാഹിത് ഹെ. ജയശങ്കർ പ്രസാദ്ജിയുടെ മധുഋതു എന്ന ഈ കവിതയിൽ ഛായാവാദ് കവിതകളുടെ എല്ലാ വിശേഷതകളും അടങ്ങിയിട്ടുണ്ട്. ഇനി കവിത ശ്രദ്ധിച്ചാലോ. മധുഋതു എന്നാൽ വസന്തകാലം. ഇവിടെ വസന്തകാലത്തെ തൻ്റെ പ്രണയിനിയായി തൻ്റെ നിരാശ നിറഞ്ഞ അല്ലെങ്കിൽ ദുഃഖം നിറഞ്ഞ തൻ്റെ ജീവിതത്തിലേക്ക്
കടന്നു വരുന്ന തൻ്റെ പ്രണയിനിയായാണ് വസന്തകാലത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത്. देखिए कविता, अरे आ गई है भूली सी ये मधुर दो दिन को. ആ ഗയി എന്ന് പറഞ്ഞാൽ വന്നല്ലോ, ഭൂലിസി മറന്നതുപോലെ അല്ലെങ്കിൽ വഴി തെറ്റി, യഹ് മധുർദു ഈ വസന്തകാലം, ദോ ദിനുക്കോ 2 ദിവസത്തേക്ക്. അരെ ആ ഗയി ഹേ ഭൂലിസി മറന്നതുപോലെ അല്ലെങ്കിൽ വഴി തെറ്റിയതുപോലെ വന്നല്ലോ ഈ വസന്തകാലം 2 ദിവസത്തേക്ക്. 2 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക്, കുറച്ചു കാലത്തേക്ക് വഴി തെറ്റിയതുപോലെ ആണ് വന്നത്. ചോട്ടി സി കുടിയാ മേ രജുതൂം നയി വ്യഥാ സാധിനുക്കോ. എന്താണ് ചോട്ടി സി ചെറിയ, കുടിയ എന്ന് പറഞ്ഞാൽ കുടിൽ, മേ എന്ന് പറഞ്ഞാൽ ഞാൻ, രജുതൂം നിർമ്മിച്ചു നൽകാം, നയി പുതിയ, വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖം, സാധിൻ കൂട്ടുകാരി. ചോട്ടി സി കുടിയാ മേ രജുതൂം ചെറിയ കുടിൽ നിർമ്മിച്ചു കൊടുക്കാം, നയി വ്യഥാ സാധിനുക്കോ. എന്താണ് പുതിയ, എൻ്റെ പുതിയ ദുഃഖത്തിൻ്റെ ഈ കൂട്ടുകാരിക്ക് ഞാനൊരു ചെറിയ വള്ളിക്കുടിൽ നിർമ്മിച്ചു കൊടുക്കാം. അരെ ആ ഗയി ഹേ വന്നല്ലോ, ഭൂലിസി മറന്നതുപോലെ, യഹ് മധുർദു ദോ ദിനുക്കോ ഈ വസന്തകാലം 2 ദിവസത്തേക്ക്. ചോട്ടി സി കുടിയാമേ രജുതും ചെറിയൊരു വള്ളിക്കുടിൽ ഞാൻ നിർമ്മിച്ചു കൊടുക്കാം, നയി വ്യഥാ സാധിനുക്കോ എൻ്റെ ഈ പുതിയ ദുഃഖത്തിൻ്റെ കൂട്ടുകാരി. ഇനി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വസന്തകാലമാകുന്ന ആ പ്രണയിനിക്ക് എങ്ങനെയുള്ള കുടിലാണ് നിർമ്മിച്ചു നൽകുന്നത് എന്നാണ് അടുത്ത 2 വരികളിൽ പറയുന്നത്. വസുധാ നീച്ചെ ഊപ്പർ നബ്ഹോ നീഡ് അലഗ് സബ്സേ ഹോ. വസുധ എന്നാൽ ഭൂമി, നീച്ചെ താഴെ, ഊപ്പർ മുകളിൽ, നഭ് എന്ന് പറയുന്നത് ആകാശം, നീഡ് വള്ളിക്കുടിൽ, അലഗ് വേറെ അല്ലെങ്കിൽ മറ്റൊരു. എന്താണ് വസുധാ നീച്ചെ താഴെ ഭൂമി, ഊപ്പർ നബ്ഹോ മുകളിൽ ആകാശവും, നീഡ് അലഗ് സബ്സേഹോ എന്നാൽ ഇതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളൊരു നീഡ് വള്ളിക്കുടിലാണ് ഞാൻ നിർമ്മിച്ചു കൊടുക്കുന്നത്. തൻ്റെ ജീവിതത്തിലേക്ക് ഇനിയുള്ളത് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. വസന്തകാലമാകുന്ന പ്രണയിനി പ്രതീക്ഷയുടെ ദിവസങ്ങളാണ് ഇനി തൻ്റെ ജീവിതത്തിൽ വരുന്നത്. അങ്ങനെയുള്ള പ്രണയിനിക്ക് താനൊരു വള്ളിക്കുടിൽ നിർമ്മിച്ചു നൽകും. ഇത്രയും ഭാഗം മനസ്സിലായോ? ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. ഝാഡ്ഖണ്ഡ് ഖേ ചിർ പത്ഝഡ് മേ ഭാഗോ സൂഖേ തിനുക്കോ. ഝാഡ്ഖണ്ഡ് എന്ന് പറയുന്നത് കുറ്റിക്കാട്, ചിർ എന്ന് പറഞ്ഞാൽ പതിവായി അല്ലെങ്കിൽ സ്ഥിരം, സ്ഥായിയായ, പത്ഝഡ് എന്ന് പറയുന്നത് ഇലപൊഴിച്ചിൽ. ഇവിടെ ശിശിരകാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭാഗോ എന്ന് പറഞ്ഞാൽ ഓടുക, സൂഖേ ഉണങ്ങിയ, തിനുക്കോ പുൽനാമ്പുകൾ. എന്താണ് ഝാഡ്ഖണ്ഡ് കേ ചിർ പത്ഝഡ് മേ ഭാഗോ സൂഖേ തിനുക്കോ. കുറ്റിക്കാട്ടിലെ ഇല പൊഴിയുന്ന ശിശിരകാലമേ, ഭാഗോ സൂഖേ തിനുക്കോ അതേപോലെ തന്നെ ഉണങ്ങിയ പുൽനാമ്പുകളെ, ഭാഗോ ഓടിക്കോളൂ. എന്താണ് ഇനി വസന്തകാലമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഉണങ്ങിയ പുൽനാമ്പുകളും അതേപോലെ തന്നെ ഈ ഇല പൊഴിയുന്ന ശിശിരകാലവും നിങ്ങൾ ഓടിപ്പോയിക്കോളൂ. തൻ്റെ ജീവിതത്തിലേക്ക് പുതിയ പ്രതീക്ഷകളുമായി തൻ്റെ പ്രണയിനിയായ വസന്തകാലമാണ് ഇനി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇല പൊഴിയുന്ന ശിശിരകാലം കഴിഞ്ഞാലാണ് വസന്തകാലം വരുന്നത്. ഇവിടെ കവി തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെയും അതേപോലെ നിരാശയെയും ശിശിരകാലമായാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കാം. പൊതുവെ കുട്ടികൾ ഈ ഒരു കവിത വളരെ ടഫായിട്ടാണ് പറയാറുള്ളത്. എന്നാൽ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. വസന്തകാലം വന്നു കഴിഞ്ഞാലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അടുത്ത വരികളിൽ കവി പറയുന്നത്. तो देखिए, आशा से अंकुर झूलेंगे പല്ലം പുളകിത് ഹോങ്കെ. ആശ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, അങ്കുർ പുതിയ നാമ്പുകൾ, ചൂലേങ്കെ എന്ന് പറയുന്നത് ഊഞ്ഞാലാടുക, പല്ലവ് തളിരില, പുളകിത് ഹോങ്കെ എന്ന് പറഞ്ഞാൽ രോമാഞ്ചമണിയ. എന്താണ് ആശാസെ അങ്കുർ ചൂലേങ്കെ പല്ലവ് പുളകിത് ഹോങ്കെ. വസന്തകാലം വന്നാൽ
പ്രതീക്ഷയുടെ തളിരിലകൾ എന്താണ്, പുതിയ നാമ്പുകൾ മുളയ്ക്കും അല്ലേ. നമുക്കറിയാം വസന്തകാലം എന്ന് പറയുന്നത് ഋതുരാജനാണ്, ഋതുക്കളുടെ രാജാവാണ്. അങ്ങനെയുള്ള ഋതുരാജനായിട്ടുള്ള ആ വസന്തകാലം വന്നാൽ പ്രകൃതിയിൽ എന്താണ്, പ്രകൃതിയിൽ പുതിയ നാമ്പുകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ പല്ലവ് പുളകിത് ഹോങ്കെ, തളിരിലകളൊക്കെ രോമാഞ്ചമണിയും. ഇതേപോലെ ഈ വസന്തകാലമാകുന്ന തൻ്റെ പ്രണയിനി തൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തൻ്റെ മനസ്സിൽ പുതിയ ആശകളുടെ നാമ്പുകളാണ് ഉണ്ടാവുന്നത്. കവിയുടെ മനസ്സിലും പ്രതീക്ഷകൾ നിറയാണ്. കവി ഇവിടെ ഇനി വരാൻ പോകുന്ന വസന്തകാലമായ തൻ്റെ പ്രണയിനിയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. മേരെ കിസ് ലൈഖ ലഘുഭവ് യഹ് ആഹാ ഖലേഖ കിനുക്കോ. എന്താണ് കിസ്ലൈ എന്ന് പറഞ്ഞാൽ തളിരില, ലഘുഭവ് ചെറിയ ലോകം. എൻ്റെ തളിരിലകളുടെ ഈ ചെറിയ ലോകം, ആശകളുടെ തളിരിലകൾ വരുന്ന എൻ്റെ ചെറിയ ലോകമാണ് ഇത്. ആഹാ ഖലേഖ കിനുക്കോ. ഈ ഒരു ആശകളുള്ള ഈ ഒരു അവസ്ഥ ആർക്കാണ് വിരസമായി തോന്നുക. നെക്സ്റ്റ്, സിഹർ ഭരി കാമ്പത്തി ആവേഗി മലയാനിൽ കി ലഹരേ. സിഹർ വിറയ്ക്കുക, സിഹർ ഭരി എന്ന് പറഞ്ഞാൽ വിറയലോടുകൂടി, കാമ്പത്തി എന്ന് പറഞ്ഞാലും വിറയ്ക്കുക തന്നെ. കാമ്പത്തി എന്ന് പറയുന്നത് തണുത്ത് വിറയ്ക്കുന്നതിന്, ആവേഗി വരും, മലയാനിൽ എന്ന് പറയുന്നത് മലയമാരുതൻ, ലഹരേം തിരമാലകൾ അലകൾ. അപ്പോൾ സിഹർ ഭരി കാമ്പത്തി ആവേഗി, ഒരു തണുത്ത കാറ്റ്, കുളിർക്കാറ്റ് വിറയലോടെ വരും. മലയാനിൽ കി ലഹരയും, മലയമാരുതന്റെ അലകൾ പോലെ ഒരു തണുത്ത കാറ്റ് വിറയലോടെ വരും. എന്നിട്ടോ ചുംബൻ ലേക്കർ ഓർ ജഗാക്കർ മാനസ് നയൻ നളിനുക്കോ. ചുംബൻ ലേക്കർ ചുംബനം നൽകിയിട്ട്, ജഗാക്കർ ഉണർത്തുക, മാനസ് നയൻ, നയൻ എന്ന് പറയുന്നത് കണ്ണുകൾ, നളിൻ താമര. എന്താണ്, താമരപ്പൂവാകുന്ന കണ്ണുകളെ ചുംബനം നൽകി ഉണർത്തും. മാനസനയനായ താമരയെ മലയാനിലൻ അലകളായി വന്ന് ചുംബനം നൽകി ഉണർത്തും. മനസ്സിലായോ എങ്ങനെയാണ്? ഒരു തണുത്ത കാറ്റ്, സിഹർബരി കാമ്പുത്തി ആവേഗി, ഒരു തണുത്ത കാറ്റ് വിറയലോടെ വരും. എന്നിട്ട് മാനസനയനായ താമരയെ മലയാനിലൻ അലകളായി വന്ന് ചുംബനം നൽകി ഉണർത്തും. ജവ കുസുമുസി ഉഷാ ഖിലേങ്കി മേരി ലഘു പ്രാചീമേ. ജവാ കുസും എന്ന് പറയുന്നത് ചെമ്പരത്തിപ്പൂവ്. ജവാ കുസുമുസി ചെമ്പരത്തിപ്പൂ പോലെ, ഉഷ എന്ന് പറയുന്നത് പ്രഭാതം, ഗിലേഖി വിരിയുക. ചെമ്പരത്തിപ്പൂ പോലെ പ്രഭാതം വിരിയും. മേരി ലഘു പ്രാചീമേ, എൻ്റെ ലഘു ചെറുത്, പ്രാചി കിഴക്ക്, എൻ്റെ ഈ ചെറിയ കിഴക്കു ദിക്കിൽ. അതായത് വസന്തകാലത്തിലെ പ്രഭാതത്തിനെയാണ് പറയുന്നത്. വസന്തകാലത്തിലെ പ്രഭാതം എങ്ങനെയാവും? കിഴക്ക് ചെമ്പരത്തിപ്പൂ പോലെ വിരിയും. എന്നിട്ടോ ഹസീബരെ ഉസ് അരുൺ അധർ ക രാഗ് രംഗേഗ ദിനുക്കോ. ഹസി എന്ന് പറഞ്ഞാൽ ചിരി നിറഞ്ഞ, അരുൺ ചുവപ്പ് കളറിലുള്ള, അധർ ചുണ്ടുകൾ, ഹസീബരെ അരുൺ അധർ ചിരി നിറഞ്ഞ എൻ്റെ ചുവപ്പ് ചുണ്ടുകളുടെ, രാഗ് രംഗേഗ ദിനുക്കോ രാഗം പകലിന് നിറം ചാർത്തും, ധിനുക്കോ പകലിന്, രംഗേഗ നിറമേകും, എൻ്റെ ചിരി നിറഞ്ഞ ചുവപ്പ് ചുണ്ടുകളുടെ രാഗം പകലിന് നിറമേകും. അപ്പോൾ വസന്തകാലത്തിലെ ആ ഒരു പ്രഭാതത്തിനെ കുറിച്ചാണ് പറയുന്നത്. വസന്തകാലത്തിലെ പ്രഭാതം ചെമ്പരത്തിപ്പൂ പോലെ കിഴക്ക് ദിക്കിൽ വിരിയും. എന്നിട്ട് എൻ്റെ ഈ ചുവപ്പ് ചുണ്ടുകളുടെ രാഗം പകലിന് നിറമേകും. എങ്ങനെയാണ് വസന്തം വരുന്നത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അന്ധകാർ കാ ജലധി ലാന്ധകർ. അന്ധകാർ എന്ന് പറയുന്നത് ഇരുട്ട്, അന്ധകാരം, ജലധി സമുദ്രം, ലാന്ധകർ മറികടന്ന്. അന്ധകാർ കാ ജലധി ലാന്ധകർ, അന്ധകാരത്തിൻ്റെ സമുദ്രം മറികടന്ന്
ആവേഗി വരും, ശശികിരണേം ചന്ദ്രൻ്റെ കിരണങ്ങൾ, ചന്ദ്രൻ്റെ കിരണങ്ങൾ അന്ധകാരത്തിൻ്റെ സമുദ്രം കടന്ന് വരും. അന്തരിക്ഷ ചിടുഖേഗ ഖൻ ഖൻ നിശീമേ മധുർ തൂഹിനുക്കോ. എന്താണ്? അന്തരിക്ഷ ചിടുഖേഗ, അന്തരിക്ഷം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, ചിടുഖേഗ വർഷിക്കുക അല്ലെങ്കിൽ തളിക്കുക, കന് കനുമേം ഓരോ കണത്തിലും, നിശീമേം രാത്രിയിൽ, മധുര തുഹിനുക്കോ മധുരമായ തുള്ളികൾ, മഞ്ഞുതുള്ളികൾ വർഷിക്കും. അന്തരീക്ഷം രാത്രിയിൽ, നിശീമേം രാത്രിയിൽ, ചിടുഖേഗ വർഷിക്കും, കണ് കണ്ണ് ഓരോ കണത്തിലും, മധുർ തുഹിൻ മഞ്ഞുതുള്ളികൾ വർഷിക്കും. വസന്തകാലത്തിൽ രാത്രിയിൽ ചന്ദ്രൻ അന്ധകാരത്തിൻ്റെ സമുദ്രം കടന്നിട്ട് മറികടന്ന് വരും. എന്നിട്ട് അന്തരീക്ഷത്തിലെ ഓരോ കണികകളും രാത്രിയിൽ മഞ്ഞുതുള്ളികൾ വർഷിക്കും. നെക്സ്റ്റ് देखिए, इस एकांत सृजन में कोई कुछ बाधा मत डालो. ഈ ഏകാന്ത സൃജൻ സൃഷ്ടി, സൃഷ്ടിയിൽ കോയി ആരും, കുച്ച് ബാധ തടസ്സം, മത് ഡാലോ അരുത്. ഇസ് ഏകാന്ത സൃജനുമേ കോയി കുച്ച് ബാധ മത് ഡാലോ. ഈ ഏകാന്ത സൃഷ്ടിയിൽ ആരും തടസ്സം ഉണ്ടാക്കരുത്. നേരത്തെ നമ്മൾ വർഷകാലത്തിലെ രാത്രിയെക്കുറിച്ച് പറഞ്ഞു. വർഷകാലത്തിലെ രാത്രിയിൽ എങ്ങനെയാണ് ചന്ദ്രൻ വരുന്നതെന്നാണ് പറഞ്ഞത്. അന്ധകാർക്ക ജലധിയിലാന്തകർ, അന്ധകാരത്തിൻ്റെ സമുദ്രം മറികടന്നിട്ട് ചന്ദ്രൻ വരും. അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഓരോ കണികകളിലും എന്താണ്? മഞ്ഞുതുള്ളികൾ വർഷിക്കും. വർഷകാലത്തിലെ രാത്രിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പുൽച്ചെടികളിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളികൾ വർഷിച്ചിരിക്കും. ഇവിടെ നോക്കൂ, ഇസ് ഏകാന്ത സൃജനുമേ, എന്നിട്ട് കവി പറയാണ് ഈ ഏകാന്ത സൃഷ്ടിയിൽ കോയി കുച്ച് ബാധാ മത് ഡാലോ, ആരും തടസ്സം സൃഷ്ടിക്കരുത്. ജോ കുച്ച് അപ്പനെ സുന്ദർ സേ ഹേ, എന്തൊക്കെയാണോ തങ്ങളിൽ സുന്ദരമായിട്ടുള്ളത്, ജോ കുച്ച് എന്തൊക്കെയാണോ, അപ്പനെ സുന്ദർ സേ തങ്ങളിൽ സുന്ദരമായിട്ടുള്ളത്, ദേനെ ദോ ഇനുക്കോ അത് നൽകാൻ അനുവദിക്കണം ഇവരെ. ഇവരിൽ എന്തൊക്കെയാണോ സുന്ദരമായിട്ടുള്ളത് അത് നൽകാൻ ഇവരെ അനുവദിക്കണം. അപ്പോൾ ജയശങ്കർ പ്രസാദ്ജിയുടെ മധുറുദു എന്ന ഈ ഒരു ചെറിയ കവിത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക.